കുറേ ദിവസമായിട്ടോ നമ്മുടെ എമ്മിക്കുട്ടന് വാഴ 2 കാണണം, വാഴ 2 കാണണം പപ്പയെന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അങ്ങനെ ഇന്നാണ് അവസാനം പപ്പ ഒന്ന് വഴങ്ങി കൊടുത്തത്. എന്നാൽ അങ്ങ് വാഴ 2 കാണിച്ചേക്കാമെന്ന്. അപ്പോൾ നമ്മൾ പോയത് നമ്മുടെ സിനിപോളിസിലാണ്, സെൻട്രൽ സ്ക്വയർ മാളിൽ. അപ്പോൾ ചെന്നപ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ചെന്നാൽ അപ്പം തന്നെ കഴിക്കാൻ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ്സ് വാങ്ങിച്ചു. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ സമയമായി 1:25 ഷോ ആയിരുന്നു. നമ്മളവിടെ ചെന്നപ്പോഴേക്കും തന്നെ 1:28 പിന്നെ കുറേ നേരം പരസ്യം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ പതിവ് പോലെ എമ്മിക്കുട്ടൻ ആദ്യം തന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ടാണ് തിയേറ്ററിനുള്ളിൽ കയറുള്ളൂ. അങ്ങനെ നമ്മൾ പോയി സിനിമയൊക്കെ തുടങ്ങി. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു. ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ 3 പേർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ചിയാങ്ങിലാണ് കയറിയത്. ചിയാങ്ങിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനം ഫ്രൈഡ് റൈസാണ്. ഒരു സാധനം ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് കഴിച്ചു. നിങ്ങളും ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പോർക്ക് പെപ്പർ ആൻഡ് ഹണി, കിട്ടു ടേസ്റ്റ് കേട്ടോ. നൂഡിൽസും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇത്രയാണ് നമ്മളെടുത്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ പോർക്ക് പെപ്പർ ആൻഡ് ഹണി എന്നുള്ളത് കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ വന്ന് ഇങ്ങനെ ആ ഒരു നമ്മുടെ ജംഗ്ഷനെ കാണാൻ നല്ല രസമാണ്. നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 2 പരിപാടിയുണ്ട്. ഒന്ന് ഈ ഹൽദി ഫംഗ്ഷനാണ്, ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററുടെ ആണ്. അപ്പം നമ്മളതിന് പോയി. സത്യത്തിൽ ഇന്ന് ഹൽദി ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഹൽദി ഫംഗ്ഷൻ നടത്തുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ നമ്മൾ കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ മഞ്ഞയാട്ടോ ഇട്ടത്. ഞാൻ ഹൽദിക്ക് പറ്റിയ ഡ്രസ്സ് ഇട്ടാണ് പോയത്. ഇത് അറിയാതെ ഞാൻ ഇട്ടതാണ്. തലേ ദിവസം അവിടെ പോകണമെന്നുണ്ടായിരുന്നു, കാരണം നാളെ നമുക്ക് വാൽപ്പാറയിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റില്ല. ആ ഒരു വിഷമം ഉള്ളതുകൊണ്ട് നമ്മൾ തലേന്ന് തന്നെ പോയി. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഹൽദിയാണിത്. ഞാൻ മാത്രമല്ല, പിള്ളേരും. റീൽസിലൊക്കെ ഞാൻ ഹൽദി കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഹൽദി നേരിട്ട് കാണുന്നത്. അവർക്കൊരു മരണമൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ചുരുക്കിയാണ് നടത്തിയത്. അതിനുശേഷം എമ്മിയുടെ റബേക്കക്കുട്ടിയുടെ കൂട്ടുകാരി സെറിൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിന് കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ സാറമോളെ ഡാഡിയുടെ അടുത്താക്കി. ചുരം കയറുന്ന യാത്രകൾക്കൊന്നും സാറമോള് വരില്ല, അവൾക്ക് ഛർദ്ദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ യാത്രകളൊക്കെ. അപ്പോൾ അവളെ ആക്കിയതിൻ്റെ സങ്കടത്തിൽ എമ്മിക്കുട്ടൻ കരയാണ് കേട്ടോ. എനിക്ക് സാറ ചേച്ചിനെ തിരിച്ചു കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു. പാവത്തിന് വിളിക്കുക, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സാറച്ചിനെ വിളിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാത്ത സങ്കടമായിപ്പോയി. അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം.